ലൈൻ ഓഫ് കോഡ് പോലും നിങ്ങൾ സ്വയം എഴുതാതെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയവിടെ ഞാൻ പറഞ്ഞത്. ഡിസൈൻ ഫേസും കൂടെ നല്ലൊരു ആപ്ലിക്കേഷൻ മിനിമം ഒരു 3 months ഗൂഗിളിന്റെ എംപ്ലോയി ആയിരിക്കുമ്പോൾ പുള്ളിക്കുണ്ടായ ഒരു ഐഡിയ. ഹലോ, ഞാൻ അക്ഷയ് ജി ഭട്ട്, എക്സ്പീരിയൻസ് സോഫ്റ്റ്വെയർ എന്ന കമ്പനിയിൽ ടെക്നിക്കൽ കണ്ടന്റ് റൈറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് ഞാനൊരു കാര്യം അറിയാനുണ്ടായി. അതായത് AI യൂസ് ചെയ്തിട്ട് ലൈൻ ഓഫ് കോഡ്സ് അറിയാത്ത ഒരാൾ പോലും, അതായത് ടെക്നിക്കൽ കണ്ടന്റ് നോളേജ് ഇല്ലാത്ത ആൾ പോലും ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് അതെന്താ സംഭവം നോക്കാം. അപ്പോൾ അതായത് നിങ്ങൾ ഒരു ലൈൻ ഓഫ് കോഡ് പോലും നിങ്ങൾ സ്വയം എഴുതാതെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയവിടെ ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു കോഡിംഗ് നോളേജ് ഇല്ലാത്ത എനിക്ക് പോലും ഇങ്ങനെ AI വെച്ചിട്ട് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഒരു ലൈൻ ഓഫ് കോഡ് പോലും എഴുതുന്നത് മാത്രമല്ല, നിങ്ങൾക്കൊരു ഡിസൈൻ ചെയ്യേണ്ട കാര്യമില്ല. ഡിസൈൻ ഫേസും കൂടെ അത് മൊത്തത്തിൽ UI എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, UIയുടെ ഡിസിഷൻ വരെ എന്നിട്ട് UI ഉണ്ടാക്കി തരും. അതിനുശേഷമാണ് നമ്മൾ ഈ ബാക്ക് ആൻഡ് കോഡും സാധനങ്ങളെല്ലാം ഉണ്ടാക്കുക. ഇതെല്ലാം AI പൂർണ്ണമായും തന്നെ നമുക്ക് ഉണ്ടാക്കി തരും. അത്ര അഡ്വാൻസ് ആയി. തീർച്ചയായിട്ടും അത്ര അഡ്വാൻസ് ആയി. അപ്പൊ മൊത്തത്തിൽ ഇപ്പോൾ സാധാരണ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു എന്തെങ്കിലും വെബ് ആപ്പ് ആണെങ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ സാധാരണ ഒരു 1 month അല്ലെങ്കിൽ 1 week ഒക്കെ ടൈം ഒക്കെ എടുത്തിട്ടാണ് സാധാരണ ഒരു കമ്പനിയിൽ ഒരുപാട് ആളുകൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്, മെനക്കെട്ട് വർക്ക് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് ആപ്ലിക്കേഷൻ പറയുന്നത്. അപ്പോൾ പക്ഷേ ഇവിടെ നിങ്ങൾ ഒരാൾ മാത്രമാണ് ഇതിന് പുറകിലായിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്യാൻ. ശരിക്കും 1 month അല്ല, നല്ലൊരു ആപ്ലിക്കേഷൻ മിനിമം ഒരു 3 months കോംപ്ലക്സ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ മിനിമം 3 months വേണ്ടി വരും. ഈ 3 months എന്ന് പറയുന്ന ആ ടൈം ഫ്രെയിം നമുക്ക് കപ്പിൾ ഓഫ് ഡേയ്സ് ആയിട്ട് ചുരുക്കാൻ കഴിയും. എന്നാൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതിനൊരു ഇപ്പൊ ഞാൻ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മളൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതൊരു ഐഡിയ പോർട്ടൽ ഒരു ആപ്ലിക്കേഷൻ. അക്ഷയ്ക്ക് അറിയുന്നറിയില്ല, നമ്മുടെ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന സാധനം ഒരു സുന്ദർ പിച്ചൈ എന്ന് പറഞ്ഞാൽ സുന്ദർ പിച്ചൈ ഗൂഗിളിന്റെ എംപ്ലോയി ആയിരിക്കുമ്പോൾ പുള്ളിക്കുണ്ടായ ഒരു ഐഡിയ. അതിനെയാണ് ഗൂഗിൾ ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഫീസിബിലിറ്റി ഒക്കെ സ്റ്റഡി ചെയ്ത് ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതുപോലെ ഓരോ കമ്പനികൾക്കും അവരുടെ എംപ്ലോയീസിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടാവും. പക്ഷേ ആ എംപ്ലോയീസിന് അത് ആ ഒരു പ്രൊഡക്റ്റൈസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല. ആ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടുകൂടി അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇതാണ് ആ ആപ്ലിക്കേഷന്റെ ലോഗിൻ ഇന്റർഫേസ്. ഇതും മൊത്തത്തിൽ AI ലോഗോ ഞാൻ ഉണ്ടാക്കി. പക്ഷെ ബാക്കിയെല്ലാം അതിന്റെ ലേഔട്ട്, അതിന്റെ കൺട്രോൾസിന്റെ സ്റ്റൈൽസ്, അത് മാത്രമല്ല ഈ ഐക്കൺ ചൂസ് ചെയ്തതെല്ലാം AI ആണ്. നിങ്ങളായിട്ട് ഫീഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇന്ന ഐക്കൺ ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ആ ഐക്കൺ ചൂസ് ചെയ്തത് AI ആണ്. അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് വരുന്നിരിക്കുന്ന ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഡയറക്റ്റ്ലി ഡേറ്റാബേസിൽ നിന്നാണ്. സ്റ്റാറ്റിക് അല്ല. ഇവിടെ പുതിയൊരു ഐഡിയ കൊടുത്താൽ ഇവിടെ തീർച്ചയായിട്ടും ഐഡിയയുടെ നമ്പർ പോകും. ടോട്ടൽ നമ്പർ ഓഫ് ഐഡിയാസ് അതൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത്. അവിടെ പുറകിൽ ഒരാൾ വേറെ ഐഡിയ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവിടെ നമുക്ക് ചേഞ്ചസ് കാണാൻ പറ്റും. അത് മാത്രമല്ല ഇത് ഫുൾ ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇതിന്റെ പുറകിൽ ഡേറ്റാബേസിലാണ് ഇതിന്റെ യൂസർ നെയിം പാസ്വേഡ് സേവ് ചെയ്തിരിക്കുന്നത്. എൻക്രിപ്റ്റഡ് ആണ്, സെക്യൂർ ആണ്. ആ സെക്യൂരിറ്റിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഈ കോഡ് എഴുതിയിരിക്കുന്നത്. അത് മൊത്തം എഴുതിയിരിക്കുന്നത് AI തന്നെയാണ്. AI അതിന്റെ പുറകില് നമുക്ക് ഇങ്ങോട്ട് സജഷൻസ് തരികയും കൂടെ ചെയ്യും. അതായത് ഇങ്ങനെ നമുക്ക് ബെറ്റർ ചെയ്യാം, ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു സജഷൻസ് കൂടെ നമുക്ക് തരും. ഓക്കെ, നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. ഇതാണ് ഇതിന്റെ മെയിൻ ഇന്റർഫേസ്. ഓക്കെ, ഇതില് നമുക്ക് നാവിഗേഷൻ ബാർ ഉണ്ട്, ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഐഡിയാസ് എല്ലാം താഴെയായിട്ട് ഇതിന്റെ ആരാണോ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ അവതാർ വന്നിട്ടുണ്ട്, അവരുടെ പേര് വന്നിട്ടുണ്ട്, എത്ര ദിവസം മുമ്പാണ് സബ്മിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, ഡീറ്റെയിൽസ് ഓഫ് ഐഡിയ വന്നിട്ടുണ്ട്. ഇതാണ് ഐഡിയാസ് വന്നത്. ഇതിന്റെ അവിടെ ഇതുണ്ട് ഷോ മോർ, ഷോ ലെസ് എന്ന് പറയുന്ന ഫങ്ഷനാലിറ്റി വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് ഉണ്ടെങ്കിൽ സ്പേസ് ഒപ്റ്റിമൈസേഷൻ പോലെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് എത്ര കമന്റ്സ് വന്നിട്ടുണ്ട്. ഈ കമന്റ്സ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കമന്റ് എക്സ്പാൻഡ് ആവും. ഇവിടെ ലോഡിംഗ് ടെക്നിക്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ഇതിനകത്ത് റിയാക്ഷൻസ് കൊടുക്കാം.
ഓരോ ഐഡിയാസിനും മറ്റുള്ള എംപ്ലോയീസിന് റിയാക്ഷൻ കൊടുക്കാം. അവർക്ക് അവൈലബിൾ ആണ്. അതായത് നമ്മളൊരു ഐഡിയ സബ്മിറ്റ് ചെയ്താൽ ആ ഐഡിയ ശരിക്കും നമ്മുടെ കമ്പനി മോഡറേറ്റേഴ്സ് അപ്രൂവ് ചെയ്താൽ ആ അപ്രൂവ് ചെയ്ത ഐഡിയ എല്ലാവർക്കും കാണാം. ഓക്കെ, ലെറ്റ് മീ ഗെറ്റ് ദിസ് റൈറ്റ്. ജസ്റ്റ് എനിക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായി, എനിക്കൊരു ഐഡിയ വന്നു, എനിക്ക് ഇങ്ങനെ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിനുള്ള ഐഡിയ വന്നപ്പോൾ ഞാൻ ആ ഐഡിയ ഇവിടെ എനിക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റും. പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അത് കാണാൻ പറ്റും. അത് മോഡറേറ്റർ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ കാണാം. അപ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഓർഗനൈസേഷൻ അകത്തുള്ള ആളുകൾക്ക് മാത്രമേ കാണാൻ പറ്റൂ, പബ്ലിക്കിലല്ല. അതായിരുന്നു എനിക്ക് അറിയാം. ഇത് പബ്ലിക്കിലുള്ള സാധനമല്ല, ഇത് എന്റർപ്രൈസിന് ഉള്ളിലുള്ള ഇന്റേണൽ ആപ്ലിക്കേഷൻ. ഓക്കെ, എംപ്ലോയീസിന് എല്ലാം കാണാം, പക്ഷേ എംപ്ലോയീസിന് എല്ലാം ആ ഒരു ഐഡിയക്ക് റിയാക്ട് ചെയ്യാം. അവർക്ക് കമന്റ്സ് ചെയ്യും, കമന്റ്സിലൂടെ സജഷൻസ് പറയാം. ഓക്കെ, നൈസ്. ഇതിന്റെ ഇന്റർഫേസിന്റെ ഐഡിയ എവിടെ നിന്നായിട്ട് മൊത്തത്തിൽ ഈ ഒരു സ്റ്റൈലിൽ പഠിക്കാൻ, ഇതാണ് ഈ സ്റ്റൈൽ എന്നുള്ള രീതിയിലൊക്കെ? ഇതാണ് ഈ സ്റ്റൈൽ എന്നുള്ളത് നമ്മൾക്കറിയാമല്ലോ. നമ്മൾ എന്റർപ്രൈസിൽ വർക്ക് ചെയ്യുന്നവരാണ്. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള സാധനം ലിങ്ക്ഡിൻ ആണ്. നമ്മളെല്ലാ ദിവസവും ലിങ്ക്ഡിനിൽ കയറി പോസ്റ്റ് ചെയ്യുന്നവരാണ്. അപ്പൊ ആ ലിങ്ക്ഡിന്റെ ഒരു ഇന്റർഫേസിന്റെ അതുപോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോലെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇന്ററാക്റ്റീവും പിന്നെ എക്സ്പീരിയൻസ് കുറച്ചുകൂടി നന്നായിട്ടിരിക്കും എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് ആ ഒരു സ്റ്റൈൽ വെച്ചത്. ശരിയാണ്, കാണുമ്പോൾ തന്നെ അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് മൊത്തത്തിൽ അതിന്റെ യുഐ കാര്യങ്ങളൊക്കെ. അപ്പൊ അതുപോലെ ഇവിടെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് എന്താണ്? നിങ്ങൾ എത്ര ഐഡിയ സബ്മിറ്റ് ചെയ്തു, നിങ്ങൾക്ക് എത്ര റിയാക്ഷൻസ് കിട്ടി, എത്ര കമന്റ്സ് നിങ്ങൾ ചെയ്തു തുടങ്ങിയ സമ്മറി പോലെ ഉണ്ട്. ഇനി ഇതിന്റെ ലീഡർ ബോർഡ് ഉണ്ട്. ആരൊക്കെയാണ് ഇത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നവര്, അവർക്ക് ഏറ്റവും നന്നായിട്ട് കമന്റ് ചെയ്യുന്നവര്, ആ ഓർഗനൈസേഷന്റെ അകത്ത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവർ ആരൊക്കെയുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു ഐഡിയ ഇപ്പോ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ ഐഡിയ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഐഡിയ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഐഡിയ അപ്രൂവ്ഡ് ആണ്, ഇതിന്റെ സ്റ്റാറ്റസ് ഇവിടെ കാണിക്കും. ഈ ഐഡിയയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ഐഡിയയുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അതിൽ ആരൊക്കെ എത്ര പേര് യൂസ് ചെയ്തിട്ടുണ്ട്, യുണീക്ക് വിസിറ്റേഴ്സ് എത്ര പേരുണ്ട്. ഇത് അഡ്മിനിസ്ട്രേറ്റർക്കും ആ ഐഡിയ ഇട്ടവന് മാത്രമേ കിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് കിട്ടില്ല. ആ ലോജിക്കും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നിങ്ങളായിട്ട് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് അത് പറയും തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം ഈ ഒരു ഇൻഫർമേഷൻ പബ്ലിക്കിന് പോകേണ്ട സാധനമല്ല. ഓക്കെ, അത് ക്ലട്ടഡ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ ശരിക്കും എന്റെ ഐഡിയ ആരൊക്കെ കണ്ടു, യൂണിക്കായിട്ട് എത്ര പേര് വിസിറ്റ് ചെയ്തു, വീണ്ടും എത്ര ട്രാക്ഷൻസ് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങളാണ് ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അഡ്മിനിസ്ട്രേറ്റർക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും. ഓക്കെ, അതുപോലെ ഓരോ സ്റ്റാറ്റസിന്റെയും ഹിസ്റ്ററി, ഇത് ഐഡിയ സബ്മിറ്റ് ചെയ്തു, ഐഡിയ അപ്രൂവ് ചെയ്തു, ഓക്കെ, എന്നാണ് എപ്പോഴാണ് സംഭവിച്ചത്, ആരാണ് ചെയ്തത്, പിന്നെ ഇതിന്റെ ഐഡിയയുടെ ഡീറ്റെയിൽസ്. അതുപോലെ ഈ ഐഡിയക്ക് വ്യൂ റിയാക്ഷൻസ് പറയുകയാണെങ്കിൽ ഇതുവരാണ് റിയാക്ട് ചെയ്തിട്ടില്ല, എത്ര റിയാക്ഷൻസ് വന്നിട്ടുണ്ട് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കിട്ടും. എത്ര ലൈക്സ് വന്നു, എത്ര കമന്റ് വന്നു, ഇതെല്ലാം കിട്ടും. അതുപോലെ ഇവിടെ നമുക്ക് ഈ ഐഡിയയെ സെൻഡ് ടു റിസർച്ച് എന്ന് പറയാം. സോ ദിസ് വിൽ ഗെറ്റ് ഇതിനുള്ള ഒരു മോഡറേറ്റർ വെച്ചിട്ടുണ്ടാവും. ആ മോഡറേറ്റർമാർക്ക് ഇത് റിസർച്ച് ചെയ്യാനുള്ള സ്പേസിലേക്ക് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആ റിസർച്ചേഴ്സ് എല്ലാം വന്നിട്ട് ഇതിനെ ഇപ്പൊ ഇത് സെൻഡ് ടു റിസർച്ച് എന്ന് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ റിസർച്ചിലേക്ക് പോകും. ഈ ഐഡിയ ഫീസിബിൾ ആണ്, ഇത് നമുക്ക് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് കമ്പനി തീരുമാനിച്ചാൽ അടുത്ത ഫേസ് എന്ന് പറയുന്നത് റിസർച്ച് ചെയ്യാം. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക, എങ്ങനെ ഇത് മുമ്പോട്ട് പോകും. അപ്പോൾ അതിന്റെ അവിടെ ഒരു ടാബ് കൂടെ എക്സ്ട്രാ വരും, റിസർച്ച് എന്ന് പറഞ്ഞ ടാബ്. അവിടെ ആണെങ്കിൽ അവർക്ക് ആ റിസർച്ച് ചെയ്ത് കിട്ടിയേക്കുന്ന അവരുടെ റിസൾട്ട്സ് ഒക്കെ കമ്പോസ് ചെയ്ത് അവർക്ക് ഇതിനുള്ളിലേക്ക് പബ്ലിക്കിന് കൊടുക്കാൻ വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് പബ്ലിക് ലെവലായിരിക്കും, പക്ഷേ വിത്തിൻ ദ ഓർഗനൈസേഷൻ. പക്ഷേ ഇതിന്റെ പുറകിലുള്ള എല്ലാ കാര്യങ്ങളും റിസർച്ച് അവർ എങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും റിസൾട്ട് എന്താണെന്നാണ് നമുക്കറിയേണ്ടത്. അപ്പൊ അത് കമ്പൈൽ ചെയ്ത് അതിന്റെ റിസൾട്ട് ആയിരിക്കും അവർ പബ്ലിഷ് ചെയ്യുക. എനിക്ക് ചോദിക്കാനുള്ള വേറെ കാര്യം എന്താ വെച്ചാൽ, ഇത് അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയ ആണ്. നിങ്ങൾ ഇതിന് പ്രോംപ്റ്റ്സും കാര്യങ്ങളും കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കുറച്ച് തുടക്കത്തിൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സാധനമായിരുന്നു. പക്ഷെ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന സാധനം. ഓക്കെ, ആദ്യമൊക്കെ കുറെ ഹാർവെസ്റ്റിംഗ് ചെയ്തു, വഴിതെറ്റി. ആ വഴിതെറ്റി പോയ നമ്മൾ തിരിച്ച് ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ ഇപ്പോൾ ഉള്ള കേസിൽ കുറെ കൂടെ മെച്ചുവർ ആയിട്ടുണ്ട്, ഹാലുസിനേഷൻസ് വളരെ കുറഞ്ഞു. പിന്നെ മാത്രമല്ല എങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ പഠിച്ചു, യൂസ് ചെയ്ത് പഠിച്ചു. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് ഈ സാധനം ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ഇതിലെ എല്ലാ പേജസും വർക്കിംഗ് ആണ്. മാത്രമല്ല ഇതിലെ ഏറ്റവും രസകരമായിട്ടൊരു കാര്യം, ഇതിനകത്ത് ഡാർക്ക് മോഡാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. തീം അല്ലേ? തീം. കൊള്ളാം. ഈ ഡാർക്ക് മോഡ് നിൽക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ആകെ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നോക്കൂ, ഡാർക്ക് മോഡ് അത്ര നല്ല മനോഹരമായി വന്നിട്ടുണ്ട്. ഡാർക്ക് മോഡ് കളറും കോമ്പിനേഷൻസ് എല്ലാം. ഇതിൻ്റെ അകത്ത് ഡാർക്ക് മോഡ് ഉണ്ടാക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കളറൊന്നും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല, ഇന്ന കളർ ഉപയോഗിക്കണം അങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് വലിയൊരു തോട്ട് പ്രോസസ്സാണ്. അതിനൊന്നും ആവശ്യമില്ല. നിന്റെ ഫ്രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് വൈറ്റ് മോഡിൽ പറഞ്ഞിരിക്കുന്ന കളറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡാർക്ക് മോഡിലുള്ള കളേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ചൂസ് ചെയ്യുന്നതാണ് കണ്ടത്. അതെ, അതാണ് എയുടെ മാജിക്. അപ്പോൾ തീർച്ചയായും ഒരു കൊളാബറേഷൻ. അതുകൊണ്ട് ഇതിനകത്ത് ഇവിടെ അഡ്മിൻ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇവിടെ നമുക്ക് ഇത് അഡ്മിനിസ്ട്രേറ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ യൂസർ ആരാണെന്ന് നോക്കിയിട്ടാണ് എന്തൊക്കെ സ്ക്രീൻ റെൻഡർ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നാൽ നമുക്ക് പറയാം, ഓക്കെ ഇപ്പം അപ്രൂവൽ ബോണസ് നോർമലി ഒരു ഐഡിയ ആർക്കും സബ്മിറ്റ് ചെയ്താൽ അപ്രൂവൽ ബോണസ് ആയിട്ട് 500 കോയിൻസ് കിട്ടും. അതൊരു പ്രൊഡക്റ്റൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിക്കുകയോ ചെയ്യുകയാണെങ്കിൽ 5000 കോയിൻസ് കിട്ടും. ഈ കോയിൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഗെയിമിഫിക്കേഷൻ സംഭവമാണ്. അതായത് ഈ കോയിൻസ് ഉപയോഗിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് പോർട്ടൽ, നമ്മുടെ കമ്മ്യൂണിക്കേറ്റ് പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ പോയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ ഒരു ഐഡിയ സബ്മിറ്റ് ചെയ്യാണ്, ഞാൻ ഐഡിയ സബ്മിറ്റ് ചെയ്യാണ്, എനിക്ക് കുറച്ച് കോയിൻസ് ഓൾറെഡി കിട്ടും. സബ്മിറ്റ് ചെയ്യാല്ല, അപ്രൂവ് ആയി ആ കോയിൻസ് യൂസ് ചെയ്തിട്ട് എനിക്ക് റെഡീം ചെയ്യാം. ആ ഐഡിയ അടിപൊളി. അപ്പൊ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇനി ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് നമ്മുടെ വീഡിയോ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനെ 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷനെ ഡിസൈൻ ചെയ്യുന്നതിനാണ്. എക്ക് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് അതിന്റെ UI ഡിസൈൻ എങ്ങനെ ഉണ്ടാക്കാം, ഇനീഷ്യൽ ഫേസ്. അതിനുശേഷമാണ് നമ്മൾ അതിന്റെ ബാക്കിയുള്ള ബാക്ക്-എൻഡ് ഇംപ്ലിമെന്റേഷൻ. ഇപ്പം നോർമൽ കേസിൽ ഇതൊരു ടീമായിരിക്കും വർക്ക് ചെയ്യുക. ഇതിനെ ഓരോന്നിനും ഒരു ടീമായിരിക്കും. അതായത് UX ഡിസൈൻ ചെയ്യാനൊരു ടീം കാണും, UI ഡെവലപ്മെന്റ് ചെയ്യാനൊരു ടീം കാണും, അതിന്റെ ഡേറ്റാബേസ് മാനേജ് ചെയ്യാനൊരു ടീം കാണും, പിന്നെ API കോഡ് ഉണ്ടാക്കാനൊരു ടീം കാണും. പക്ഷെ ഇവിടെ കേസിൽ നമ്മൾ AI മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷെ AI എടുക്കാനാണ്, അത് തന്നെ ഒരു ടീമാണ്. ടീമാണ്. അപ്പൊ AI ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന AI ജെമിനിയാണ്. ഈ ജെമിനി നമുക്ക് ഈ ഡിസൈനും അതിന്റെ കോഡും, അതായത് നമ്മൾ നോർമൽ കേസിൽ ഈ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന റിയാക്ട് അല്ലെങ്കിൽ ആംഗുലർ അങ്ങനെയുള്ള ഒരു ടെക്നോളജി വെച്ചിട്ടാണ്. ഇതിനകത്ത് റിയാക്ടിന്റെ കോഡ് മുഴുവൻ ഇവന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. വിത്ത് കോഡാണ്. അല്ല, സാധാരണ ഗതിയിൽ നമ്മൾ ഫിഗ്മ പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അത് വീണ്ടും കോഡ് ചെയ്യണം. പക്ഷെ ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഇല്ല. ഡയറക്റ്റ് കോഡിലേക്ക്, ഡയറക്റ്റ് വർക്കിംഗ് ആയിട്ടുള്ള കോഡ് വിത്ത് ഡേറ്റ അത് ഉണ്ടാക്കി തരും. അതാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷെ ഇതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പോകാം. അടുത്ത എപ്പിസോഡിലാണ്. എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡ് പ്ലാൻ ചെയ്യാം. എനിക്കത് അറിയാൻ ഭയങ്കര തിടുക്കമായി.